കർണാടകയിലെ നാഗർഹോളെ കടുവ സങ്കേതത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. മൈസൂർ മാനന്തവാടി റോഡിലായിരുന്നു സംഭവം. ബൈക്ക് യാത്രക്കാർ ലോറിയിൽ കയറിയാണ് പിന്നീട് രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക് ഇന്ന് രാവിലെ മാനന്തവാടിയിൽ നിന്ന് മൈസൂർക്ക് പോകുന്ന വഴിക്ക് നാഗർഹോള ഫോറസ്റ്റിൽ നിന്നും ഒരു ആന റോഡ് സൈഡിൽ നിൽക്കും. റോഡ് സൈഡിൽ നിന്ന് വെച്ചാൽ കാട്ടിലേക്കായിരുന്നു നിന്നിരുന്നത്. നമ്മൾ വിചാരിച്ചു കടന്നു പോകാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആന നമ്മുടെ നേരെ തിരിഞ്ഞു ഓടി വരികയും പുറകിലുണ്ടായിരുന്ന ലോറിക്കാരൻ ആണ്, ലോറിയിലുണ്ടായിരുന്ന ചേട്ടനാണ് ഹോൺ അടിച്ച് പെട്ടെന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ ആന നമ്മുടെ നേരെ ഓടി ചീറിപ്പാഞ്ഞു വന്ന് ബൈക്ക് തട്ടിയിടുകയും ബൈക്ക് റോട്ടിന് താഴെ വീണ് ചേട്ടന്റെ കാലിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ലോറി ഡ്രൈവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ലോറിയിലേക്ക് നമ്മളെ പിടിച്ചു കയറ്റുകയും പെട്ടെന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത്. കമൽ ചേരുന്നുണ്ട്. കമൽ, അത്ഭുതകരം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. തലനാഴിലേക്കുള്ള രക്ഷപ്പെടൽ. രക്ഷകനായി ആ ലോറിയും ലോറി ഡ്രൈവറും എത്തുന്നു. എന്താണ് സംഭവിച്ചത് കമൽ? എപ്പോഴായിരുന്നു? പ്രതീഷ്, ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം. ഇത് മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള അന്തർ സംസ്ഥാന പാതയാണ്. പൂർണ്ണമായും വനമേഖല, അതായത് നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്ന പാതയാണ്. ഇപ്പോൾ റോഡ് ആകെ തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ കുറവാണ്. മാനന്തവാടിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മൈസൂരിലേക്ക് എത്താവുന്ന പാതയാണ്. പക്ഷേ ഈ റോഡ് തകർന്നതുകൊണ്ട് വാഹനങ്ങൾ അധികമില്ല. അതുകൊണ്ട് തന്നെ ഈ ടൂ വീലർ യാത്ര വളരെ അപകടകരമായ ഒരു മേഖലയാണ്. മാത്രമല്ല, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ ആ പാതയിലൂടെ ഗതാഗതം അനുവദിക്കാറുള്ളൂ. വൈകിട്ട് 6 മണിക്ക് റോഡ് അടയ്ക്കും. അത്തരമൊരു സ്ഥലത്ത് പകൽ പോലും എപ്പോഴും കാട്ടാനകൾ റോഡരികിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ടൂ വീലറിൽ അതിലെ പോകുന്നത് ഒട്ടും സേഫ് അല്ല. ഇന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഒരു ലോറി വന്നതും അവർക്ക് ലോറിയിൽ കയറി രക്ഷപ്പെടാനായതും. എന്തായാലും അപകടമൊന്നുമില്ലാതെ 2 ബൈക്ക് യാത്രികരും മൈസൂരിലെത്തി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. കമല, ലോറിക്കാരൻ നന്നായി ഹോൺ അടിച്ചത് കൊണ്ട് ആ ശ്രദ്ധ ആനയുടെ മാറുന്നതായി തോന്നി. അങ്ങനെയാണല്ലേ ആ രക്ഷപ്പെടലും? അതിനുള്ള ശ്രമമാണ് ലോറി ഡ്രൈവർ നടത്തിയത്. അത് തന്നെയാകും രക്ഷപ്പെടാനുള്ള കാരണവും. കാരണം ആ ലോറി ഡ്രൈവർക്ക് ഒരുപക്ഷെ അതിലൂടെ സ്ഥിരമായി വാഹനവുമായി പോകുന്ന ആളായിരിക്കാം. അദ്ദേഹത്തിന് പരിചയമുണ്ട്, അതിലെ പോയി ആനയുടെ മുന്നിൽ പെട്ടൊക്കെ പരിചയമുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഹോണടിച്ചത്. പക്ഷെ ചില സമയത്ത് ഈ ഹോണടി പ്രകോപനം അതാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ എന്തായാലും ആന ഹോണടിയുടെ ശ്രദ്ധയിൽ ആന ബൈക്ക് ഉപേക്ഷിച്ച് മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു കാട്ടുകൊമ്പനാണ്. പ്രത്യേകിച്ച് ഈ നാഗർഹോള മേഖലയിലാണ് ഇത്രയും വലിയ കൊമ്പുള്ള കാട്ടാനകളെ കാണാറുള്ളത്. അത്തരത്തിൽ ആ കബനി മേഖലയിലൊക്കെ കാണുന്ന വലിയ പ്രദേശമാണല്ലേ കൂട്ടത്തോടെ. അതാണ് പ്രതീക്ഷ. ഏറ്റവും ആനകളുടെ ഒരു ഡെൻസിറ്റിയുള്ള മേഖലയാണ് ഈ നാഗർഹോളയും ബന്ദിപ്പൂരും ഒക്കെ. ഈ വയനാട് അതിർത്തിയിൽ, കർണാടകത്തിന്റെ വയനാട് അതിർത്തി എന്ന് പറയുന്നത് 2 നാഷണൽ പാർക്കുകളാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനുള്ളിലൂടെയാണ് പോവുക. മാനന്തവാടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ നാഗർഹോള കടുവാ സങ്കേതത്തിലൂടെയാണ് പോവുക.
എങ്ങനെയാണെങ്കിലും ഈ നിബിഡ വനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഈ മൈസൂരിലേക്ക് വയനാട്ടിൽ നിന്ന് പോകാൻ കഴിയുക. രണ്ടിടത്തും രാത്രി യാത്രാ നിരോധനമുണ്ട്. ഈ റോഡ് 6 മണിക്ക് അടയ്ക്കും. സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള ദേശീയപാത 9 മണിക്ക് അടയ്ക്കും. പക്ഷേ സുൽത്താൻ ബത്തേരി മൈസൂർ റോഡിൽ പകൽ മുഴുവൻ ധാരാളം വാഹനങ്ങൾ, ലോറിയും ബസ്സും മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവിടെ 2 വീലർ യാത്ര ഉണ്ടെങ്കിൽ കൂടി മറ്റു വാഹനങ്ങൾ പുറകെ വരുന്നതിന്റെ ഒരു സേഫ്റ്റി ഉണ്ട്. പക്ഷേ ഈ മാനന്തവാടി മൈസൂർ പാതയിൽ പ്രത്യേകിച്ച് അത് തകർന്നു കിടക്കുക കൂടി ചെയ്യുന്നത് കൊണ്ട് പലരും ആ പാത തെരഞ്ഞെടുക്കാറില്ല. ലോറികളും എപ്പോഴെങ്കിലും വരുന്ന കർണാടകയുടെയോ കേരളത്തിന്റെയോ KSRTC ബസ്സുകളും മാത്രമാണ് ആ റൂട്ടിൽ കാര്യമായി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിലെ 2 വീലറിൽ പോകുമ്പോൾ ഇങ്ങനെ ആനയുടെ മുന്നിൽ പെട്ടത് വലിയൊരു അപകടത്തിനുള്ള സാധ്യതയായിരുന്നു. എന്തായാലും ആശ്വാസകരം, അവർ അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം. കമലാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യവും ആ രക്ഷപ്പെട്ട ആളുടെ പ്രതികരണവും കൂടി നമുക്ക് കേൾക്കാം. ഞാനും എന്റെ ചേട്ടനും കൂടെ ഇന്ന് രാവിലെ മാനന്തവാടിയിൽ നിന്ന് മൈസൂർക്ക് പോകുന്ന വഴിക്ക് നാഗർഹോള ഫോറസ്റ്റിൽ നിന്നും ഒരു ആന റോഡ് സൈഡിൽ നിൽക്കും. റോഡ് സൈഡിൽ നിന്ന് കാട്ടിലേക്കായിരുന്നു നിന്നിരുന്നത്. നമ്മൾ വിചാരിച്ചു കടന്നു പോകാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആന നമ്മുടെ നേരെ തിരിഞ്ഞു ഓടി വരികയും പുറകിലുണ്ടായിരുന്ന ലോറിക്കാരൻ ആണ്, ലോറിയിലുണ്ടായിരുന്ന ചേട്ടനാണ് ഹോൺ അടിച്ച് പെട്ടെന്ന് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ ആന നമ്മുടെ നേരെ ഓടി ചീറിപ്പാഞ്ഞു വന്ന് ബൈക്ക് തട്ടിയിടുകയും ബൈക്ക് റോട്ടിൽ നിന്ന് താഴെ വീണ് ചേട്ടന്റെ കാലിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ലോറി ഡ്രൈവർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ലോറിയിലേക്ക് നമ്മളെ പിടിച്ചു കയറ്റുകയും പെട്ടെന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് വണ്ടിക്ക് എനിക്ക് തോക്ക് അങ്ങനെ ദൈവനിയോഗം പോലെ ആ രക്ഷകന്റെ റോളിലാണ് ലോറി എത്തിയത്, ആ ഡ്രൈവറും എത്തിയത്. ആ ഡ്രൈവറുടെ ആ സാഹചര്യത്തിനൊത്തുള്ള ഇടപെടൽ കൂടി ആ രക്ഷാദൗത്യത്തിന് വഴിവെച്ചു എന്ന് വേണം പറയാൻ.